തിരുവനന്തപുരത്തൊരു പേര് ഉപയോഗിക്കാൻ എല്ലാവർക്കും മടിയാണ്. സെക്രട്ടറി ഇരിക്കുന്നവരാണോ പേര് ഇടുന്നവരാണോ എനിക്കറിയത്തില്ല. ഏത് പേരിട്ടാലും തിരുവനന്തപുരം പേരിടില്ല. വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട്, അത് ട്രാൻഡം ഇന്റർനാഷണൽ സീപോർട്ട് ഇട്ടാൽ എന്താ കുഴപ്പം? കൊച്ചിൻ ഷിപ്പ്യാർഡ് വരാമല്ലോ, കുഴപ്പമില്ലല്ലോ. ടെക്നോ പാർക്ക് കഴക്കൂട്ടം, അത് ടെക്നോ പാർക്ക് ട്രാൻഡം ആയിക്കൂടെ? സ്മാർട്ട് അവിടെ ഇൻഫോ പാർക്ക് കൊച്ചിയിലാണ് പറയുന്നത്. ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം കാര്യവട്ടം, അത് ട്രാൻഡം ആവാൻ പറ്റില്ലേ? ടെക്നോ സിറ്റി പള്ളിപ്പുറം, എന്താ അത് ട്രാൻഡം ഇട്ടാൻ പറ്റില്ലേ? ലൈഫ് സയൻസ് പാർക്ക് തോന്നേക്കൽ, ഇങ്ങനെയൊക്കെ പേരിട്ടാൽ ഇങ്ങനെ ആൾക്കാർക്ക് എങ്ങനെ അറിയാൻ പറ്റും തിരുവനന്തപുരത്താണെന്നത്? ഇത് കൃത്യമായിട്ട് ഇതൊരു എക്കോസിസ്റ്റം ട്രാൻഡത്താണെന്ന് പറയണ്ടേ? അല്ലെങ്കിൽ തോന്നിക്കൽ ട്രാൻഡം എന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം? അല്ലെങ്കിൽ അതിൻ്റെ പേരിൻ്റെ കൂടെ ട്രാൻഡം കൂടെ ഇട്ടൂടെ? ട്രാൻഡം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം, ട്രാൻഡം ടെക്നോ പാർക്ക്, അല്ലെങ്കിൽ ട്രാൻഡം ലൈഫ് സയൻസ് പാർക്ക് തോന്നിക്കൽ. ഈ പേരിടുന്നതിൽ എന്താ തെറ്റിയിരിക്കുന്നത്? അപ്പം നമ്മൾ എപ്പോഴും കണ്ടാലും ഏത് പദ്ധതി വന്നാലും തിരുവനന്തപുരത്തെ പേര് യൂസ് ചെയ്യാനും എവിടെയോ ചില പ്രശ്നങ്ങളുണ്ട്. ആർക്കോ ഇതിനൊരു അജണ്ടയുണ്ട്, ഇത് ഈ പേര് കൊടുക്കാതിരിക്കാൻ. കാരണം പേര് കൊടുക്കാൻ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ടിന് ആദ്യം കിട്ടിയ കോഡ് എന്താണെന്ന് അറിയാം? NY എന്നാണ് കോഡ്, NY. അപ്പോൾ ഞാൻ ആദ്യം അവർ ചോദിച്ചു NY ഞാൻ ന്യൂയോർക്കാണ്. അല്ല, അവർ കോഡ് നെയ്യാറ്റിൻകര. അത് നമ്മളതിന് പുറകെ നടന്നിട്ടാണ് TRV ആയത്. ഇപ്പം ഫസ്റ്റ് കോഡ് എടുത്ത് നോക്ക്, ഇറ്റ് ഇസ് NY. അപ്പം എന്തുകൊണ്ട് ഇങ്ങനെ വരുന്നു? ഇതാരാ ഇതിൻ്റെ ബാക്കിൽ നിൽക്കുന്നത്? അപ്പോൾ നമ്മൾ ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുമ്പം ആൾക്കാർ പറയും എല്ലാം തിരുവനന്തപുരത്ത് വേണം, എയിംസ് തിരുവനന്തപുരത്ത് വേണം, ഹൈക്കോടതി ബെഞ്ചും തിരുവനന്തപുരത്ത്. നമ്മൾ ചോദിക്കുന്നത് തെറ്റാണോ? ഇവിടെ ഇത്രയും റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇവിടെ അല്ലേ കിടക്കുന്നത്? എയിംസ് ഇവിടെ വന്നു കഴിഞ്ഞാൽ തൊട്ടടുത്ത് തമിഴ്നാട്ടിന് ബെനിഫിറ്റ് ഇല്ലേ?